ഈസി പീസി സ്ക്യൂസി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണിത് സംഭവം. ഇതൊരു കബാബാണ് കേട്ടോ. വേണമെങ്കിൽ ചപ്ലി കബാബ് എന്നൊക്കെ പറയാം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഫ്രോസൺ ആയിട്ടുള്ള ബ്രസ്റ്റ് പീസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഈ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതായത് ഒരു 2-3 സവാള, ലെമൺ, ഗാർലിക്, ജിഞ്ചർ, ഒരു 3 ചില്ലീസ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, പുതിന, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ. അതെല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനയൊക്കെ കുറച്ച് അധികം എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് നല്ലൊരു ഫ്ലേവറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, ഡ്രൈഡ് ചില്ലി, പിന്നെ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡർ, അതായത് നമ്മളുടെ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അത് ഞാൻ വേറൊരു ബൗളിലോട്ട് ഇട്ടിട്ട് അതേ ജാറിൽ തന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് കൂടെ ക്യൂബ്സ് ആക്കി അത് നന്നായി ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അത് നന്നായിട്ട് രണ്ടും കൂടി യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം നമ്മളിത് ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒലിവ് ഓയിൽ യൂസ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഓയിലായാലും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ ആയാലും ചെയ്യാം. എനിക്കിവിടെ ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തു. പിന്നെ ഇത് നമുക്ക് ഒരു 2 വീക്സ് വരെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് ആവശ്യാനുസരണം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് നോക്കിയോ, നല്ലൊരു സോഫ്റ്റായിട്ട് നല്ല ടെൻഡറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.